വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫ്ലേവറിൽ നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അപ്പത്തിൽക്കും ചപ്പാത്തിൽക്കും പുട്ടിൽക്കൊക്കെ നല്ല കറക്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഒരു 3 ടൈംസ് വാഷ് ചെയ്തിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഈ ഗ്രീൻ പീസ്. ഇതാകുമ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് കുക്കറിലോട്ട് ഇടുമ്പോൾ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. പിന്നെ വേണ്ടത് വലിയ ഉള്ളി ഞാനിവിടെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് കട്ടിങ്ങിലൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, കാരണം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ, നാട്ടിലൊക്കെ കിട്ടുന്ന ആ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഹാഫ് പീസൊക്കെ എടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വലിയ തക്കാളി ആണെങ്കിൽ ഒരു 2 എണ്ണം മതി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, അത്ര ആവശ്യമുള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് വഴറ്റിയിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ വേണ്ടത് 2 പട്ട, അതുപോലെ തന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 3-4 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാന് ചൂടാക്കിയിട്ട് അതിലൊരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല, ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം എന്നൊന്നുമില്ല, ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും, അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ആ തക്കാളി ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല, ഈ 3 പൊടികളും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാലയുടെ മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ ഹോൾ ഗരം മസാലാസ്, ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, ജീരകം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിശ്രിതമല്ലേ, ഉള്ളി തക്കാളിയുടെയൊക്കെ ആ മിശ്രിതം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ആ ഒരു ഗരം മസാലയുടെയും അതുപോലെ പട്ടയും ഒക്കെ ഇട്ട ഒരു നല്ല ഫ്ലേവർ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ആ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് വെള്ളത്തോടു കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ സോൾട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ. ഇനി സോൾട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഓരോ പ്രഷർ കുക്കറും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ 2 വിസിൽ വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ ഡിഫറെൻ്റ് ആവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിസിലിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഗരം മസാല ഇട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം നമുക്ക് ആ ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആയിട്ട് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാത്രമല്ല നമുക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു പ്രത്യേക ഫ്ലേവർ ഇതിന് കൊടുക്കും, ഈ ഒരു ഗ്രീൻ പീസിന്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, കുറുന്നനെയുള്ള ഒരു കറിയാണ്. നമുക്ക് എല്ലാ എന്താ പറയുക, പുട്ടിൽക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ല
ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഓർഡർ ചെയ്യുന്ന അതേ രുചിയിലാണ് നമ്മളിവിടെ കഴിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. എല്ലാ ബാച്ചിലേഴ്സിനും പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.